ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമെല്ലാം മാറിടും. വല്ലായ്മകളും മാറിടുമേ. കുശവൻ കുഴച്ചതാ മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തന്നിശ്ചയം. കുശവൻ കുഴച്ചതാ മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തന്നിശ്ചയം. കൊടിഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും, കൊടിഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലഭൻ തൊട്ടതാ മണ്ണല്ലയോ. കൊടിഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലഭൻ തൊട്ടതാ മണ്ണല്ലയോ. വൈകുമ്പോൾ വാടും വയൽപ്പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമെല്ലാം മാറിടുമേ. വല്ലായ്മകളും മാറിടുമേ. തളർന്ന കുഞ്ഞാടിനെ തോളിലേറ്റും തകർന്ന മനസ്സിന് സ്വാന്തനമായി. തായ് മറന്നാലും മറക്കില്ല നിന്നെ, തായ് മറന്നാലും മറക്കില്ല നിന്നെ. ഓതിയ ദൈവം നിൻ കൂട്ടിനുണ്ട്. തായ് മറന്നാലും മറക്കില്ല നിന്നെ എന്നോതിയ ദൈവം നിൻ കൂട്ടിനുണ്ട്. വൈകുമ്പോൾ വാടും വയൽപ്പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമെല്ലാം മാറിടുമേ. വല്ലായ്മകളും മാറിടുമേ. വൈകല്യമെല്ലാം മാറിടുമേ. വല്ലായ്മകളും മാറിടുമേ. ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. താങ്ക് യു ആൻറ്റി. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുന്ന പകൽക്കാലം, ഉപവാസ പ്രാർത്ഥനയുടെ 14ാമത്തെ പകൽക്കാലം. നമുക്ക് കേൾക്കേണ്ട ദൂതുകൾ പ്രവചനമെല്ലാം ആ 4 പാട്ടിലൂടെ കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ആൻറ്റിയെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് കൃപകളെ നിറയ്ക്കട്ടെ. പകൽക്കാലം പാടിയ ദൂതെല്ലാം അത് സ്വയമായി ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനോട് പ്രയോജനപ്പെടുവാൻ തക്കണം. പ്രിയ ആൻറ്റിയെ കർത്താവ് സഹായിക്കട്ടെ. ആ ദൂതെല്ലാം പകൽക്കാലം പങ്കെടുത്ത പ്രിയപ്പെട്ടോടും പാടിയ ആൻറ്റിയോടുകൂടെയാണ് ആ ദൂതുകളെല്ലാം. കർത്താവിന് സ്തോത്രം. നമ്മുടെ വായിലൂടെ വരുന്ന ഓരോ വലിയ വചനങ്ങളും, നമ്മുടെ വായിൽ പുറപ്പെടുന്ന ഓരോ വലിയ വാക്കുകളും ഓരോ പാട്ടുകളും എല്ലാം തകർന്നിരിക്കുന്ന സമയത്ത് ദൈവം നമ്മോട് പറയുന്ന ആലോചനയാണ്. അതാണ് യഥാർത്ഥ പ്രവചനം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പ്രവചനം ഇന്ന് പോൽക്കാലം കേൾക്കപ്പെട്ട പ്രവചനം പങ്കെടുത്ത്, കാരണം എനിക്കറിയാത്ത ഒരു കൂട്ടം നല്ല കൂട്ടം ജനങ്ങൾ തകർച്ചയോട്ടിരിക്കുന്നവരുണ്ട്. അവരോടെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പോൽക്കാലം പാലിലൂടെ സംസാരിക്കുവാൻ തക്കണം കർത്താവ് ഇടയാക്കി. അത് ആന്റിക്കും ഇടയാക്കാതെ അനുഗ്രഹമാകട്ടെ. അലിയ പങ്കെടുക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ആ കർത്താവിന്റെ പാദപ്പെടുത്തിക്കുന്ന പോൽക്കാലം ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കും നമ്മൾ എല്ലാവരും കർത്താവ് ധാരാളമായി അനുഗ്രഹം സഹായം ചെയ്യുമാറാകട്ടെ. എന്ന് പോൽക്കാലം അല്ലെങ്കിൽ അനേകർ ഭാരത പ്രയാസത്തോടെ ഇരിക്കുമ്പോൾ അവർക്ക് വേണ്ടി എല്ലാം പരിശുദ്ധാത്മാ സംസാരിപ്പാൻ വിശ്വസ്തനായ കർത്താവാണ്. നമ്മുടെ പ്രാർത്ഥന മുറിയിൽ കർത്താവ് നമ്മോട് സംസാരിക്കണം. നാം പാട്ട് പാടുമ്പോൾ നമ്മൾ സംസാരിക്കണം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നാം വചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ സംസാരിക്കണം. കർത്താവിന് സ്തോത്രം. അതാണ്
അതാണ് യഥാർത്ഥ പ്രാർത്ഥനയുടെ മറുപടി. അതാണ് യഥാർത്ഥ ആശ്വാസങ്ങൾ. കർത്താവിന്റെ സ്വർണം അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ആശ്വാസ വാക്കിനേക്കായി പരിശുദ്ധാത്മാവ് നമ്മോട് ഡയറക്റ്റായിട്ട് സംസാരിക്കുന്ന ആലുലിയാസ്വരം, നേരിട്ട് സംസാരിക്കുന്ന ആലിയസ്വറിയാം ആ ഇമ്പസ്വരം കേൾക്കുവാൻ തുടങ്ങണം. ഈ ദിവസങ്ങളിൽ കാതോർത്തിരിക്കുന്ന ആളുകളായി തീരുവാൻ തുടങ്ങണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ വേദപരീക്ഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതിനുവേണ്ടി ഇടയാക്കിട്ടെന്ന് ആത്മാർത്ഥ പ്രാർത്ഥിക്കാനായി ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം 48 അധ്യായം അതിന്റെ 6 വാക്യം, 6, 7 വാക്യങ്ങൾ, 6, 7, 8 വാക്യങ്ങൾ. നീ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ എല്ലാം കണ്ടുകൊള്ളുക, നിങ്ങൾ തന്നെ അത് പ്രസ്താവിക്കുകയില്ലയോ? ഇന്നു മുതൽ ഞാൻ പുതിയത് നീ അറിയാതെ മറഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്നു. ഞാൻ അത് അറിഞ്ഞുവല്ലോ എന്ന് നീ പറയാതെ ഇരിക്കേണ്ടതിന് അത് പണ്ടല്ല, ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നേ ദിവസം മുമ്പേ നീ അതിനെക്കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല. നീ കേൾക്കുകയോ അറിയുകയോ നിന്റെ ചെവി അത് തുറക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. മഹാകരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ലതും അതിമനോഹരമായ ഈ നല്ല കർത്താവ് പകലിനായി സ്വരം ഉപവാസ പ്രാർത്ഥനയുടെ ഈ 13ാമത്തെ പകൽക്കാലം ഞങ്ങളെ കർത്താവത്തോട് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്വന്തം പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും കർത്താവ് സഹായിച്ചല്ലോ. കർത്താവ് ഞങ്ങളെ സൃഷ്ടിച്ച ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു വയ്യായ്മയും സാരമില്ലെന്ന് ഇതുപോലെ കാലം പാട്ടിനോട് കേൾപ്പിച്ചതുപോലെ കർത്താവ് സ്തോത്രം, കർത്താവ് വാക്കൊടിഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും കർത്താവ് ഞങ്ങളെ കർത്താവ് മെനഞ്ഞ കർത്താവ് ഞങ്ങളെ കർത്താവ് സ്തോത്രം വീണ്ടും കർത്താവ് ഒരു മാനപാത്രമാക്കുന്നുവെന്ന് ഇതുപോലെ പാട്ടിലൂടെ ദൈവാത്മാവിനോട് സംസാരിച്ചെങ്കിൽ ഇന്ന് പൽക്കാലം പങ്കെടുക്കുന്ന ഓരോ വ്യക്തി നിങ്ങൾക്ക് ഈ ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാൻ തക്കണം. ഈ ഉപവാസ പ്രാർത്ഥന 20 days ഫാസ്റ്റിംഗ് പ്രയർ അനുഗ്രഹമായി തീരുവാൻ തക്കണം. കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന പലകാലം ദൈവം ഞങ്ങളെ കേൾപ്പിക്കണമേ. ദൈവം ഞങ്ങളെ കേൾപ്പിക്കണമേ. അനുവരിക്കുന്നതോടെ ആയിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. സൗരമേശു ക്രിസ്തു ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യെശയ്യാ പുസ്തകം 8ാം അധ്യായം കർത്താവിന്റെ സ്വരം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ അവിടെ ഒരു ഹെഡിങ് കാണുന്നുണ്ട്. ദൈവത്തിന്റെ ചില വാഗ്ദാനങ്ങൾ. എന്നാൽ കർത്താവ് ഇത് ഒരു ബുദ്ധിയുപദേശമായും അപ്പോൾ തന്നെ യാക്കോബിനെ കുറിച്ചുള്ള ഒരു ബുദ്ധിയുപദേശമായി, അതുപോലെ തന്നെ ഈ ബാബേലിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനം യെരൂശലേമിലേക്ക് മടങ്ങി വരുന്നതിന് മുമ്പായി അവർ പ്രവാസികളായി പോകാനുണ്ടായ കാരണം പ്രവാചകൻ ഈ അധ്യായത്തിൽ അവരെ ഓർപ്പിക്കുകയാണ്. കാരണം അവർ ദൈവത്തെ വാക്കുകൊണ്ട് മാത്രം സ്തോത്രം ബഹുമാനിക്കുകയും പ്രവൃത്തി കൊണ്ട് ഉപേക്ഷിക്കുകയും ചെയ്ത കാര്യങ്ങൾ മുഖാന്തരമാണ് ഈ ബാബേൽ പ്രവാസം ഉണ്ടായെന്ന് പ്രവാചകൻ ഈ അധ്യായത്തിലൂടെ ഓർപ്പിക്കുകയും, എന്നാൽ ഇവരെ എല്ലാം ദൈവം യഹോവ വീണ്ടും മടക്കി വരുത്തും, അവരെ കൈക്കൊള്ളും, അവരെ തള്ളിക്കളയത്തില്ല, അവരെ ഉപേക്ഷിക്കത്തില്ല എന്നാണ് ഈ അധ്യായത്തിന്റെ പശ്ചാത്തലങ്ങളെല്ലാം. അങ്ങനെ ഇന്ന് പകൽക്കാലം മിനിയാരിയുടെ പാട്ട് കേട്ടതുപോലെ സൃഷ്ടിച്ച ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളെ പരിഹരിച്ചുകൊണ്ട് ഈ കർത്താവിന്റെ പാദപ്പെടുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് കുഞ്ഞുങ്ങളെ ഈ സൃഷ്ടിച്ച കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വക്കൊടിഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും നമ്മെ സൃഷ്ടിച്ച കർത്താവ് നമ്മെ മാനപാത്രമാക്കി മാറ്റുവാൻ തുടങ്ങണം. വിശ്വസ്തനാണ് പ്രവചനാത്മാവിൽ ഇന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഇന്ന് പലർക്കും ദൈവത്തെ കുഞ്ഞുങ്ങളെ നമ്മുടെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം തീർച്ചയുള്ള അവസ്ഥ കടന്നു വന്നാലും ഏതെല്ലാം വെള്ളത്തിന്റെ അനുഭവം കടന്നു എന്ന് പറഞ്ഞാലും ഏതെല്ലാം പർവ്വതങ്ങൾ സമമായ വിഷയങ്ങൾ കടന്നു വന്നാലും ഈ സൃഷ്ടിച്ച കർത്താവ് കൂടെ ഉണ്ടെന്ന് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം ദൈവിക പ്രവൃത്തി നീ കൊണ്ട് ജീവിക്കുന്നെങ്കിൽ നിന്നെ ഒരിക്കലും കർത്താവ് കൈവിടില്ല. കേട്ടോ, ഞാൻ നിങ്ങളെ അനാഥരെ വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മെ അനാഥ വിടാത്ത കർത്താവ്. കേട്ടോ, നീ ആരോഗ്യത്തോടിക്കുമ്പോൾ ആയുസ് ഓടിക്കുമ്പോൾ എന്നോട് പറഞ്ഞ നമ്മുടെ തലമുറ പറഞ്ഞ വാക്യത്വങ്ങള് നിശ്ചയം കർത്താവ് തരുമെന്നേ. നാം വിശ്വസ്തരായി ജീവിച്ചാൽ മാത്രം മതി. നാം കർത്താവിന്റെ മക്കളായി ജീവിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ കുഞ്ഞുകളും പരാജയപ്പെടുവാൻ ഇടയാക്കിയില്ലേ. കേട്ടോ, കർഷത സഹിഷ്ണുതയും സ്തുതി പ്രത്യാശയും ഉളവാക്കുന്നെങ്കിൽ നിന്റെ കഷ്ടങ്ങളിലും പ്രസൻസ് കർത്താവ് ഇടയാക്കുമെന്നേ. കർത്താവ് കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ അതെ, നീ നിന്റെ കഷ്ടത മറക്കും. ഒഴുകിയപ്പോ വെള്ളം പോലെ ഓർക്കും. നിന്റെ കഷ്ടത മറക്കുന്ന സമയങ്ങളാ. പ്രാർത്ഥിക്കുന്ന മാതാവ്, പിതാവേ, സഹോദരങ്ങളെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, നിന്റെ കഷ്ടത മറക്കുന്ന ദിവസങ്ങളാണ് ഈ 2026. കേട്ടോ, കർത്താവ് ഈ 2026 അവസാനിക്കുന്നമേ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, വിശ്വാസത്തോടെ കർത്താവിനെ പാൽപ്പെടുന്നെങ്കിൽ, ഒരു കണ്ണി ഒഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ 2026 നിന്റെ മറുപടി കാണുകയും ചെയ്യും. യാതൊരു മാറ്റമില്ല. നിന്റെ കർത്താവ്, ഈ സൃഷ്ടിച്ച കർത്താവ്, ഇതുപോലെ പാട്ട് കേട്ട പോലെ സൃഷ്ടിച്ച കർത്താവ് നിന്റെ കൂടെ ഉണ്ടായത് കൊണ്ട്
ആലീസ് ഒരു വയ്യായ്മയും നീ ഓർത്ത് പാരപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഞാൻ പ്രവർത്തിക്കും. ആറ് തടുക്കും. ഞാൻ വടക്കിനോട് തിരികുന്നു, തെക്കിനോട് തടുത്തു വെക്കുന്നത് കൽപ്പിക്കും. നിന്റെ വായ്ക്കുള്ള തടുതുകസായ തടഞ്ഞു വെക്കുന്ന എല്ലാ ദുഷ്ടാത്മ ശേനകളെ തകർക്കുവാൻ തുടങ്ങണം. നീ ആത്മാവിന്റെ വചനമെടുത്ത്, ഈ വചനമാവിന്റെ വാളെടുത്ത് നീ ഒന്ന് കർത്താവിന്റെ പാദമെടുത്ത് ധ്യാനിക്കുമ്പോൾ, ഈ വചനം ഏറ്റെടുക്കുമ്പോൾ നീ ഒരിടത്ത് തിരുന്നാൽ മതി കേട്ടോ. ഈ വാളുണ്ടല്ലോ, ഈ വചനമാവുന്ന വാള് നിന്റെ തടസ്സമായ മേഖലകളെ, നിന്റെ വാക്യങ്ങൾ തടസ്സമായിരിക്കുന്ന മേഖലകളെ, നിന്റെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും അല്ലെങ്കിൽ തടസ്സമായി നിൽക്കുന്ന ചില മേഖലകളെ ഈ പരിശുദ്ധാത്മാവ് പോയി അവിടെ ക്രിയ ചെയ്യും കേട്ടോ. അവിടെ അത്ഭുതം പ്രവർത്തിക്കും. പ്രാർത്ഥിച്ചുകൊണ്ട് ദാനിയേലിന് വേണ്ടി ദൂതനെ ഇറക്കി ദൈവം പ്രവർത്തിച്ചേക്കും. ഇന്ന് പകൽക്കാലം ഉപവാസ പ്രാർത്ഥനയുടെ 13ാമത്തെ പകൽക്കാലം പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിന് കുഞ്ഞുങ്ങളെ, അറിയാം മാതാപിതാക്കന്മാരെ, നമുക്ക് വേണ്ടി കർത്ത ദൂതനെ ഇറക്കാൻ പോകട്ടോ. നമുക്ക് വേണ്ടി കർത്ത ദൂതനെ ഇറക്കാൻ പോവാ. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി കർത്ത ദൂതനെ ഇറക്കാൻ പോവാം. പ്രാർത്ഥിക്കുന്ന സക്രിയാവിന് വേണ്ടി ദൂതനെ ഇറക്കാൻ പോവാ. പ്രാർത്ഥന മറുപടി അയക്കാൻ പോവാ. നീ പരാജയപ്പെടുവാൻ കർത്താവ് ഇടയാക്കത്തില്ല. നിന്നെ പരാജയപ്പെട്ടെ വിട്ടുകൊടുക്കത്തില്ലെന്ന്. പ്രാർത്ഥിക്കുന്നതിനേക്ക് പരാജയം വിട്ടുകൊടുക്കത്തില്ല. ഇപ്പോൾ ഉള്ള പരാജയങ്ങളൊന്നും ഒരു പരാജയമല്ലെന്നേ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ മരുഭൂമിയെ കൂടെ നീ കടന്നു പോകുന്നത്, കഷ്ടതയുടെ ചൂളയുടെ കടന്നു പോകുന്നത് നിന്റെ വിജയത്തിന് വേണ്ടിയാണെന്ന് നീ സാക്ഷ്യം പറയണ്ടേ. നാളെ തലമുറയോട് സാക്ഷ്യം പറയണ്ടേ. നിന്റെ കൊച്ചുമക്കളുടെ സാക്ഷ്യം പറയണ്ടേ. ഇന്നെ രീതിയിൽ ഞാൻ കടന്നു പോയ മേഖലയുണ്ട്. അവിടെയെല്ലാം കർത്താവ് എന്റെ നിലവിളി കേട്ട് എന്നോട് സംസാരിച്ചു. എന്റെ പ്രാർത്ഥന മുറിയിൽ ഞാൻ വലിയ ധ്യാനിച്ചപ്പോൾ എന്നോട് കർത്താവ് സാക്ഷ്യം പറയണമെങ്കിൽ ഇപ്പോൾ നീ ചില മരുഭൂമിയുടെ കടന്നുപോയേ പറ്റത്തുള്ളൂ. ചില കഷ്ടതയുടെ കടന്നുപോയേ പറ്റത്തുള്ളൂ. കർത്താവിന് സ്തോത്രം. ഇവിടെ കാണുന്നു, നീ കേട്ടിട്ടുണ്ട്, എല്ലാം കണ്ടുകൊള്ളുക. ഇത് പകൽക്കാലം ദൈവാത്മോർപ്പിക്കുന്നത് നീ കേട്ടിട്ടുണ്ട് കേട്ടോ. കേട്ടോ സുമി മംഗലൂർ, കേട്ടോ ശൈലഷ് വെണ്ണിക്കുളം, കേട്ടോ ആലിസൈൻ്റെ, നീ കേട്ടിട്ടുണ്ട് കേട്ടോ. കേട്ടോ സിസ്ത്രി ആൻറ്റി, സിന്ധു സുഷേ, നീ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ടിട്ടില്ലല്ലേ, നീ കാണാൻ പോവാ. നീ കേട്ടിട്ടുണ്ട്, എല്ലാം കണ്ടു. നീ അതിന് ഒരുങ്ങിയിരുന്നോ, നിന്റെ വായിച്ചത് കാണാൻ പോവാ. പ്രാർത്ഥിക്കുന്ന മാതാപിതാവിനോട് ചേർത്ത് 35 കുടുംബങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. എന്നോട് ചേർത്ത് കുടുംബത്തോട് പറയുകയാണ്, നീ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങള് പലതും കേട്ട് കേട്ടോ, പലതും കാണാൻ സഹായിച്ചു, അതുകൊണ്ടാണ് നിൽക്കുന്നത്. പക്ഷേ കാണാത്ത ചില വാക്യം കൂടി കേട്ടോ, കാണാത്ത കാര്യങ്ങള് കണ്ണുമ്പിൽ കണ്ടുപോലെ വിശ്വസിക്കുക. നീ ചില കാണാൻ പോവാ. അബ്രഹാം അങ്ങനെ വിശ്വസിച്ച വ്യക്തിയായിരുന്നു കേട്ടോ. അബ്രഹാം വിശ്വസിച്ചു, നീതിയായി കണക്കിട്ടും. അബ്രഹാമിന് കണക്ക് പറയുമ്പോൾ അബ്രഹാമിന് മാത്രമല്ല കേട്ടോ, നമ്മളെ കൂടെ വിചാരിച്ചത്, എന്നെ കൂടെ നിങ്ങളെ കുറിച്ച് വിചാരിച്ചാ കേട്ടോ. ജിജിയമ്മേ, നമ്മളെ കൂടെ വിചാരിച്ചാ പറഞ്ഞത്. അബ്രഹാമിന് വിചാരിച്ച മാത്രമല്ല കേട്ടോ, മിനിയാൻറ്റി, നമ്മളെ കൂടെ വിചാരിച്ചാ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആശ്രയാം. ഇപ്പോൾ കഷ്ടങ്ങളൊന്നും സാരമില്ലെന്നേ, ഈ വയ്യായ്മ സാരമില്ലെന്നേ. കർത്താവിന് സൃഷ്ടിച്ച കർത്താവ് കൂടെയുണ്ടെങ്കിൽ ഈ കുശവൻ കുഴച്ച മണ്ണാണെങ്കിൽ, ഈ കുശവന് പാത്രം ഉണ്ടാക്കിയെങ്കിൽ ഹീനമാത്രമായി പോയാലും അതിന് മാനപാത്രമാക്കി എടുക്കുവാൻ തരണം. എന്റെ കർത്താവ് വിശ്വസ്തനായ കർത്താവാണ്. അത് നീ തകരുവാൻ തക്കണം കർത്താവ്, ഇടയാക്കത്തില്ലെന്ന്. നീ തകർന്ന് തരിപ്പണമാകാൻ തക്കണം. എന്റെ കർത്താവ് വിട്ടുകൊടുക്കത്തില്ലെന്ന്. അതിന് സാഹചര്യം പോലും ഉണ്ടായേക്കാം. എന്താ അറിയാമോ, നാം കുറെ കൂടെ കർത്താവിന്റെ പാദമെടുത്ത് അടുക്കുവാൻ, കർത്താവ് കുറെ കൂടെ നമ്മൾ കർത്താവോട് അടുക്കുവാൻ, ദൈവത്തോടെ ചേർന്നിരിപ്പാൻ, ദൈവത്തോടെ പറ്റിയിരിപ്പാൻ. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുക, ഞാൻ അവന് ദൈവത്തിന്റെ വാക്യത്വമാണ്. പ്രോയിപ്പാസ് പറഞ്ഞതല്ല, പരിശുദ്ധ പറഞ്ഞ വാക്യത്വമാണ്. അവൻ എന്നോട് പറ്റിയിരിക്കാൻ, ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുക. അപ്പൊ എന്ത് ചെയ്യണം? പറ്റിയിരിക്കണം, നാമത്തെ അറിയണം, ഈ ദൈവനാമത്തെ വേണ്ടി നിൽക്കണം. നീക്കുന്ന മാതാവ്, പിതാവ്, സഹോദരികളെ, നീ പരാജയപ്പെടുവാൻ തന്നെ കർത്താവ് എവിടെയാ? കാരണം പറയുമ്പോ സൃഷ്ടിച്ച കർത്താവ് കൂടെയുണ്ട്. റോയ് പാസ് മാറിപ്പോകും, മറ്റുള്ളവര് മാറിപ്പോകും, ആരും മാറിപ്പോ മനുഷ്യരാ. പക്ഷേങ്കിൽ ഈ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും മാറിപ്പോകത്തില്ല കേട്ടോ. ഒരിക്കലും മാറിപ്പോകാത്ത ഒറ്റ വ്യക്തി ഉണ്ടെങ്കിൽ അത് കർത്താവ് മാത്രമാണ്, കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ഈ ദൈവത്തോടൊക്കെ പറ്റിയിരിക്കുക. നിന്നെ കർത്താവ് വിടുവിക്കാൻ കർത്താവ് വിശ്വസ്തനായ കർത്താവാണ്. നീ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ എല്ലാം കണ്ടുകൊള്ളുക. നിങ്ങൾ തന്നെ അത് പ്രസ്താവിക്കുകയില്ലയോ? നമ്മൾ തന്നെ പ്രസ്താവിക്കാൻ പോകട്ടോ. കർത്താവ് സോറിയ നമ്മുടെ വായും കൊണ്ട് കേട്ടോ സിസിലി ആന്റി, ഇപ്പോഴുള്ള വയ്യായ്മയെ കൊണ്ടല്ലോ അത് സഹായത്തിൽ നിന്ന് കേട്ടോ. കർഷക സഹിഷ്ണുത സിദ്ധി പ്രത്യാശ ഉളവാക്കുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നെങ്കിൽ, ദൈവാത്മാവ് സംസാരിക്കുന്നെങ്കിൽ ഇതെല്ലാം പ്രത്യാശ ഉണ്ടാകുന്നേ. ഇതിനെല്ലാം ഒരു പ്രത്യാശയുണ്ട്. നിങ്ങൾ പ്രത്യാശ വരുവാൻ തക്കണം. അങ്ങനെയെങ്കിൽ ആ വരുവാൻ തക്കണം കർത്താവ് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അത് നന്മയ്ക്കാക്കുന്ന കർത്താവാ. നമ്മുടെ കർത്താവ് തിന്മയാക്കുന്ന കർത്താവല്ല കേട്ടോ. നമ്മുടെ കർത്താവ് നമ്മുടെ ഭാവിയെ കുറിച്ചും നമ്മുടെ
നമ്മുടെ തലമുറയുടെ ഭാവിയെ കുറിച്ചും എല്ലാം നന്നായി അറിയുന്ന കർത്താവ്. അങ്ങനെയെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വാക്കൊടിഞ്ഞാലോ വളഞ്ഞൊടിഞ്ഞ പോൽക്കാലം തലമുറയോർത്ത് ഭാരപ്പെടുന്ന മാതാവ് പിതാവേ, നിന്റെ തലമുറയൊക്കെ എവിടെയെങ്കിലുമൊക്കെ അല്ലെങ്കിൽ വളഞ്ഞെന്നോ ഒടിഞ്ഞെന്നോ ചിന്തിക്കുന്നെങ്കിൽ അവരെ നേരെയാക്കുവാൻ ഈ വചനം വിശ്വസ്തന, ഈ കർത്താവ് വിശ്വസ്തന, വചനം ദൈവമാണല്ലോ. അങ്ങനെയെങ്കിൽ ഈ വചനത്തിന് നീ വില കൊടുക്കുമ്പോൾ, ഈ വചനം ധ്യാനിക്കുമ്പോൾ, ഈ വചനം വെച്ച് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഈ വചനമുണ്ടല്ലോ, ഈ ദൈവമുണ്ടല്ലോ, ഈ ദൈവം സോറി വളഞ്ഞേനെ ഒടിഞ്ഞേനെ എല്ലാം നേരെയാക്കുവാൻ വിശ്വസ്തനായ കർത്താവാണ്. നിന്റെ കുഞ്ഞുങ്ങളുടെ നന്മ കൊണ്ട് നീ അനുഭവിക്കും, അതിന് ഭാഗ്യമുണ്ടാവും. നീ അതുകൊണ്ട് അത് ഭാഗ്യവാനായി തീരും, ഭാഗ്യവതിയായി തീരുന്നു. ദൈവം നമ്മുടെ ആടിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം രീതിയിൽ കൂടെ നിന്റെ തലമുറ പിന്മാറി പോയെന്ന് പറഞ്ഞാലും അത് ഭാഗ്യത്തിലേക്ക് എത്തിക്കുമെന്ന് വേണം നമ്മുടെ കർത്താവ് വിശ്വസ്തനായ കർത്താവ്. പക്ഷെ നാം വിശ്വസ്തരാണോ? അതാ കർത്താവ് ചോദിക്കുന്നത്. വാക്കാലം കർത്താവ് അതാ ചോദിക്കും. പ്രാരംഭമാക്കി പാട്ട് പാടി കേട്ടതുപോലെ കർത്താവ് പറയാം, അല്ലെങ്കിൽ 10 കന്യകുമാരുണ്ടായിരുന്നു, പക്ഷെ 5 പേരാണ് ബുദ്ധിയുള്ളവരായിരുന്നത്. ദൈവത്തിന് സ്തോത്രം, 5 പേർ ബുദ്ധി ഇല്ലാത്തവരാകും. നാം ബുദ്ധിയുള്ളവരായി ജീവിച്ചാൽ, ബുദ്ധിയുള്ളവരായി നിന്ന് കഴിഞ്ഞാൽ, പ്രാണപ്രിയന്റെ വരവിന് വേണ്ടി ഒരുക്കത്തോടുകൂടി വിശുദ്ധിയോട് നിന്ന് കഴിഞ്ഞാൽ, ദൈവത്തിന് കുഞ്ഞുങ്ങള് ഈ ഭൂമിയിൽ പറഞ്ഞ വാക്യങ്ങള് അല്ലെങ്കിൽ നീ അനവധി കേട്ടിട്ടുണ്ട്, പക്ഷെ നീ കാണും കേട്ടോ. അന്യ കണ്ണല്ല. ഒരിക്കയ്യോ പറയാണ്, ഒരു കേട്ടുവഴി മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പൊ നേരെ കണ്ടുവരും. നീ കാണുമെന്നേ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ കേട്ടിട്ടുണ്ടെങ്കിൽ അത് കാണുകയും ചെയ്യും. അത് പ്രവാചകന്മാരെ കൂടെ നീ വചനം ധ്യാനിക്കുമ്പോൾ, നീ പാട്ട് പാടുമ്പോൾ, മിനിയാണ്ടി പാടിയപ്പോൾ ആ പാട്ടിലൂടെ ഒത്തിരി സംസാരിക്കാനിടയായി. അല്ലെങ്കിൽ സൊല്ലിയാം ആ പാട്ടിലൂടെയും പ്രവചനമുണ്ട് കേട്ടോ. കർത്താവ് സൊല്ലിയാ നിന്നോട് കർത്താവ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നീ തകർന്നു പോകുവാൻ തുടങ്ങണം. എന്റെ കർത്താവ് വിട്ടുകൊടുക്കും ദൈവമല്ല. എന്റെ കർത്താവ് നിന്നെ പണിതെടുത്ത് നല്ലൊരു പൊന്നാക്കുന്ന കർത്താവാ. നല്ല പൊന്നാക്കണമെങ്കിൽ ഉണ്ടല്ലോ ചില പ്രോസസ് കൂടെ കടന്നു പോകണം കേട്ടോ. ചില തീച്ചോടെ കൂടെ കടന്നു പോയാൽ പറ്റത്തുള്ളൂ. തീച്ചോടെ കടന്നു പോയാൽ മാത്രമേ നല്ല പൊന്നാകത്തുള്ളൂ. ചുമ്മാ ഒന്നും പൊന്നാകത്തില്ല. കാരണം നമ്മുടെ കയ്യിലൊക്കെ ലഭിക്കുന്ന പൊന്നുകളും സ്വർണ്ണങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ നേരിട്ട് വരുന്നില്ല. ഇത് ഒത്തിരി 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 അതിനോട് ചോദിച്ചാൽ സാക്ഷ്യം പറയും, ഞാൻ ഒത്തിരി വേദന അനുഭവിച്ച, ഒത്തിരി ഒത്തിരി കഷ്ടം അനുഭവിച്ചതാ. ഞാൻ തീച്ചകളുടെ നടുവിൽ കൂടെ വന്നതാണെന്ന്. അല്ലെങ്കിൽ ആ തീച്ചകളുടെ നടുവിൽ കൂടെ വന്ന മാതാവേ, പിതാവേ, സഹോദരികളെ, നിന്നെ നല്ലൊരു പൊന്നാക്കുവാൻ വേണ്ടി കേട്ടോ. അതുകൊണ്ട് നിന്നെ നല്ല പൊന്നാക്കുവാൻ തകണം. ചില തീച്ചുളയുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോ നീ അവിടെ പിന്മാറി പോകാതെ, പതറി പോകാതെ, പെറുപെടുത്ത് പോകാതെ, തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ഈ ദിവസം ദൈവത്തെ ജീവിച്ചെടുത്ത് പ്രാപിച്ച് മുന്നേറ്. ദൈവം നിന്നെ അത്ഭുതമായി മാനിക്കാൻ വിശ്വസ്തനായ കർത്താവാണ്. നീ കേട്ടിട്ടുണ്ട് ഇപ്പോൾ എല്ലാം കണ്ടുകൊള്ളുക, നിങ്ങൾ തന്നെ പ്രസ്താവിക്കുകയില്ലയോ? ഇന്നു മുതൽ ഞാൻ പുതിയത് നീ അറിയാതെ മറിഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്നു. നീ മറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിന്റെ മുന്നിൽ വെളിപ്പെട്ടതായിരിക്കാം, വെളിപ്പെടാത്ത ആയിരിക്കാം, നീ അറിയാത്തതായിരിക്കാം. പക്ഷേ കർത്താവിനെ കേൾപ്പിക്കാൻ പോകണം. മറിഞ്ഞിരിക്കുന്നത് കേൾപ്പിക്കുന്ന മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ ഉപവാസത്തെ ആവർത്തിച്ച് കേൾക്കുന്ന കാര്യമാണ്. മറിഞ്ഞിരിക്കുന്നത് കേൾപ്പിക്കുന്നത് മാത്രമല്ല, മറിഞ്ഞിരിക്കുന്നത് കർത്താവ് കാണിക്കുകയും ചെയ്യും കേട്ടോ. നിനക്ക് വേണ്ടി, നിന്റെ വായിക്കുന്നങ്ങൾക്ക് വേണ്ടി, നിന്റെ തലമുറ വായിക്കുന്നതിന് വേണ്ടി, നിന്റെ പ്രാർത്ഥന മറുപടിയായി മറിഞ്ഞിരിക്കുന്ന വേൾക്കാലം പരിശുദ്ധാത്മാവിൽ പറയാനുള്ളത്, നിന്റെ വായിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുവാൻ തടസ്സമായി നിൽക്കുന്ന മറിഞ്ഞിരിക്കുന്ന മേഖലയുണ്ടല്ലോ. സഹോദരി, ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, മാതാവ്, പിതാവേ, നിനക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടുത്താൻ പോവാണെന്ന്, പ്രാർത്ഥിക്കുന്ന വേണ്ടി കർത്താവ് വെളിപ്പെടുത്താൻ പോവാണെന്ന്, കരയുന്ന മാതാവ്, പിതാവേ, നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോവാണെന്ന്. നീ പതറിപ്പോകുവാൻ, നീ ഇല്ലായ്മയെ തീരുവാൻ ഇടയാക്കത്തില്ലെന്ന്. നീ ആരോഗ്യത്തോടിരിക്കുമ്പോൾ നിന്റെ നന്മകളും നിന്റെ പ്രാർത്ഥന മറുപടി നീ കണ്ട് സന്തോഷിക്കുമെന്ന്. അത് അന്യ കണ്ണല്ല. പറഞ്ഞ പോലെ അത് സ്വന്തം കണ്ണുകൊണ്ട് കാണുമെന്നേ, സ്വന്തം കണ്ണുകൊണ്ട് കാണും. നീ പതറി പോകല്ലേ കുഞ്ഞുങ്ങളെ, നീ ഭാരപ്പെട്ടു പോകല്ലേ. നീ പ്രാർത്ഥിക്കുന്നവനാണോ? ദൈവാത്മ പറയുള്ളത്, നിന്റെ നന്മകൾ നീ കാണും കേട്ടോ. നീ ഭാഗ്യം, നിനക്ക് നന്മ വരും. നിനക്ക് നന്മ വരുമെന്നേ കർത്താവ് പറയാം. ആ ഭാഗ്യാവസ്ഥയിൽ എത്തണമെങ്കിൽ ചില മരുഭൂമിയുടെ അവസ്ഥകളും, ചില കഷ്ടതയുടെ കഠിന ശോധനയുടെ അവസ്ഥകളൊക്കെ ചിലപ്പോൾ കടന്നു വരുമെന്നേ. അത് വന്നുകൂടാന്നില്ല. കർത്താവിനോട് സ്വർണം ഇവിടെ നോക്കിയേ, ഈ ഈ ഇസ്രായേൽ ബാബേലിലോട്ട് പ്രവാസികളാകുമ്പോഴുള്ള കാരണങ്ങൾ അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്ന കാരണം കൊണ്ടാണ്. എന്നാൽ നീ ഇന്നൊരു കാരണം പോയാലും, നിങ്ങൾ വാക്കുകൊണ്ട് എന്നെ ബഹുമാനിച്ചെങ്കിലും നിങ്ങളുടെ ഉള്ളം കൊണ്ട് എനിക്ക് ബഹുമാനം തരാതെ ജീവിച്ച മുഖാന്തരം ഞാൻ അവിടെ അയച്ചെന്നും, എന്നാൽ ഞാൻ മടക്കി വരുന്നു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പറയുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, നീ
എവിടെയെങ്കിലും ഒക്കെ പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിന്നെ കർത്താവ് മടക്കി വരുത്തുവാൻ വിശ്വസ്തനായ കർത്താവാണ്. മടങ്ങി വരാൻ നിനക്ക് ഒരുക്കമുണ്ടെങ്കിൽ, നിന്നെ അനുഗ്രഹിക്കാൻ വിശ്വസ്തനായ കർത്താവാണ്. നീ അനുദപിക്കുവാൻ തക്കണം ഒരുക്കമുണ്ടെങ്കിൽ, ആലിയ നീ അനുദപിക്കുവാൻ തക്കണം ഒരുക്കമുണ്ടെങ്കിൽ, ആലിയ അനുസരിക്കാൻ തക്കണം ഒരുക്കമുണ്ടെങ്കിൽ, അനുഗ്രഹിക്കാൻ കർത്താവ് വിശ്വസ്തനായ കർത്താവാണ്. നീ അനുദപിക്കുവാനും അനുസരിക്കുവാനും നിനക്ക് ഒരുക്കമുണ്ടെങ്കിൽ നിന്നെ അനുഗ്രഹിക്കുവാൻ ഈ സ്വർഗം വിശ്വസ്തനായ കർത്താവാണ്. കർത്താവിന്റെ സ്വർഗം അത് 10-ാം വാക്യം കണ്ടോ, ഇതാ ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നു, വെള്ളി പോലെ അല്ലാതാനും. അപ്പോൾ വെള്ളിക്കും മുന്നുള്ള വലിയ വ്യത്യാസങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. കർത്താവ് ഊതി കഴിച്ചിരിക്കുന്ന അറിയുമോ, വെള്ളി പോലെ കഷ്ടതയുടെ ചൂളയുടെ ഊതി കഴിച്ചത്. ഇന്ന് പകൽക്കാലം കഷ്ടതയുടെ ചൂളയുടെ കടന്ന് ദൈവത്തിന് കുഞ്ഞുങ്ങളെ ആൻറ്റി പൂർണ്ണമായി വിശ്വസിക്ക്. കർത്താവ് നീ കഷ്ടതയുടെ ചൂളയിലായിരിക്കും നിനക്ക് സാക്ഷ്യം പറയാനുള്ളത്. പക്ഷെ ഈ ചൂളയ്ക്ക് അതിനെ വെളിയിടുന്നേ, അത് നീ വെളി വരും. നീ ചൂളെ കടന്ന് അവിടെ നീ ചാമ്പലാ തീരുവാൻ ഇടയാക്കത്തില്ല, അവിടെ തീരുവാൻ ഇടയാകത്തില്ല. ഇസഹാക്കിന് വേണ്ടി ഒരു ആട്ടുകോട്ടനെ ഒരുക്കിയെങ്കിൽ ഇസഹാക്ക് ചാരമാകുന്നതിന് പകരം ചാരമാകുവാൻ ഒരു ആട്ടുകോട്ടനെ ദൈവം ഒരുക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയാന്റെ പൂർണ്ണമായി വിശ്വസിക്കുക. നീ കഷ്ടതയുടെ ചൂളെ കടന്നാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽക്കാലം പറയാനുള്ളത്, നിന്നെ കർത്താവ് പുറത്ത് കൊണ്ടുവരും കേട്ടോ. നിന്നെ പുറത്ത് കൊണ്ടുവരും ചെയ്യും. നീ അത് കാണും കേട്ടോ. അത് നീ തളർന്ന് കിടക്കുമ്പോഴല്ല, നീ ആരോഗ്യത്തോടിരിക്കുമ്പോൾ നിനക്ക് ആയുസ് തരുമ്പോൾ സന്തോഷത്തോട് സമാധാനത്തോടെ നിർത്തുന്ന കർത്താവ് നമ്മുടെ കർത്താവ് വായിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തളർത്തി ഇടംപോലെ കേട്ടോ, ആരോഗ്യത്തോടിക്കും തരും. നീ തളർന്ന് കിടക്കുമ്പോഴല്ല, നീ മൺമറയുമ്പോഴല്ല, ആരോഗ്യത്തോടെയും തരും. അതുകൊണ്ട് കഷ്ടതയുടെ ചുവടയുടെ കടന്നു ദൈവത്തിന് കുഞ്ഞുങ്ങളെ സമയം ഈ കഠിന ശോധന കടന്നു വരുമ്പോൾ നീ ചിന്തിച്ചോണം, നിന്നെ കർത്താവ് പണിയുന്ന ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ആ പാട്ടിലൊക്കെ കേട്ടതുപോലെ കുശവൻ കുഴിക്കുന്ന ആ മണ്ണ് കുഴിക്കുമ്പോൾ മണ്ണിന് അവരോട് സാക്ഷ്യം ചോദിച്ചാൽ മണ്ണ് പറയും ചവിട്ടി കൊഴിക്കുമ്പോൾ ഓരോ തരി മണ്ണിനും എന്തുമാത്രം വേദനയാണ്. ഇന്ന് പകൽക്കാലം വേദന അനുഭവിക്കുന്ന സഹോദരി സുമി മംഗലൂർ ദൈവാത്മപൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്നാൽ ഈ ദിവസങ്ങൾ പ്രാർത്ഥന ഒരു വ്യത്യസ്തമായിരുന്നു കൂടെ ഒരു പ്രാർത്ഥനയ്ക്ക് വില കൊടുക്കുന്നെങ്കിൽ നീ ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥകളൊന്ന് എന്റെ കർത്താവിനെ പണിത് പുറത്തു കൊണ്ടുവരുന്ന ദൈവാത്മ പ്രവചന ആലോചന പറയുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വില കൂടെ മുഴുവൻ മടക്കി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ സമയത്തെ വേർതിരിക്കുക. നിന്നെ മാനിക്കുവാൻ തകണം എന്റെ കർത്താവ് വിശ്വസ്തനായ കർത്താവാണ്. ഹാലലിയ. ഇന്ന് പകൽക്കാലം ദൈവം കുഞ്ഞുങ്ങളെ നീ കഷ്ടതയോടെ ചുവടെ കൂടെ കടന്നു പറഞ്ഞാലും ഉണ്ടല്ലോ, നിന്നെ വെളി കർത്താവ് കൊണ്ടുവരും കേട്ടോ. ദൈവത്തിന് 10-ാം വാക്യം വായിക്കുന്നു, ഇതാ ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നു, വെള്ളി പോലെ അല്ലാതാനും. അടുത്ത വാക്യം വായിക്കാമോ? ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചത്. എന്റെ നിമിത്തം തന്നെ ഞാനത് ചെയ്യും. അപ്പോൾ കർത്താവിന്റെ നിമിത്തം കർത്താവ് അവിടെ പറയണം, ആറിട്ട് പറയാണ്, ഇതാ ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നു, വെള്ളി പോലെ അല്ലാതാനും. ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചത്. എന്റെ നിമിത്തം തന്നെ ഞാനത് ചെയ്യും. എന്റെ നാമം അശുദ്ധമായി തീർന്നത് എങ്ങനെ? അവിടെ ക്വസ്റ്റ്യൻ മാർക്കാ. അതാണ് ഈ ബാബേലിലോട്ട് പോകാനുള്ള പ്രവാസമുള്ള കാരണങ്ങൾ. കർത്താവ് പക്ഷേ എങ്കിൽ തന്നെ കർത്താവ് പറയാണ്, ഞാൻ എന്റെ മുഖത്ത് മറ്റൊരുത്തിനും കൊടുക്കുകയില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ് കേട്ടോ. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ഉദാഹരണം, ദൈവം ജോലി ലഭിക്കുമ്പോൾ, തലമുറ ലഭിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കണം മഹത്വം ദൈവത്തിന് കൊടുക്കണം കേട്ടോ. ദൈവത്തിന് പ്രാർത്ഥിച്ചു കൊടുക്കണം, മഹത്വം പ്രാർത്ഥന കൊടുക്കണം. ദൈവനാമത്തിന് കൊടുക്കണം, മഹത്വം ദൈവനാമത്തിന് കൊടുക്കണം. ദൈവദോഷം എന്റെ മിടുക്ക് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് ദൈവം തരാനിരുന്നതാണ്, ഇല്ലെങ്കിൽ എനിക്ക് ലഭിക്കാനുള്ളതാണ് എന്ന് നീ ചിന്തിക്കാതെ, കർത്താവ് എന്റെ ശൂന്യതയെ നിറച്ച കർത്താവാണ്. ഞാൻ കർഷകരുടെ ചുവടെ കടന്നുപോയപ്പോൾ സാഹചര്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് വഴികളെ മാറ്റിമറിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി പുതുവഴി തുറന്നതാണെന്ന് നീ ദൈവത്തോടെ പറയുമ്പോഴല്ലോ, ദൈവത്തിൽ പ്രാർത്ഥിച്ച് നീ ഏറ്റു പറയുമ്പോഴല്ലോ, മറ്റുള്ള സാക്ഷ്യം പറയുമ്പോഴോ തമ്പുരാൻ കേട്ട് സന്തോഷിക്കും. കർത്താവിന് സ്തോത്രം. അല്ലെങ്കിൽ എനിക്ക് എല്ലാം തലമുറ ലഭിക്കായിരുന്നതാണ്, അല്ലെങ്കിൽ ജോലി ലഭിക്കായിരുന്നതാണ്, ഇതല്ലെങ്കിൽ എനിക്ക് കിട്ടിയേനെ എന്ന് പറയുമ്പോൾ എന്റെ കർത്താവിന് ദുഃഖിക്കത്തേ ഉള്ളൂ.
നീ കഷ്ടതയുടെ ചൂളെ കൂടെ കടന്നു പോകുന്ന നിലവിളിക്കുന്ന വ്യക്തിയാണെങ്കിൽ ചിന്തിച്ചോണം, നീ ചൂളയുടെ കടന്നു പോയപ്പോൾ നിന്നെ കൃത്യം മാനിച്ചതാണ്. അവിടെ വന്ന് നിന്റെ നിന്റെ പുണ്യപ്രവർത്തിക്കോ അല്ലെങ്കിൽ നിന്റെ ഒന്നും പ്രശസ്തിയില്ല, നിന്റെ ഒരു കാര്യങ്ങളും പ്രശസ്തിയില്ല, എല്ലാം മഹത്വം കർത്താവിന് ഏൽപ്പ്. കാരണം കർത്താവ് എന്റെ മഹത്വം ഞാൻ വേറെ ഒരുത്തിന് വിട്ടുകൊടുക്കരുത്. അങ്ങനെയെങ്കിൽ ഇന്ന് പോൽക്കാലം കഷ്ടതയുടെ ചൂളയിലൂടെ കടന്നു ദൈവത്തെ കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ ഞാൻ എപ്പോഴും പറഞ്ഞ കഴിഞ്ഞ ദിവസം കേട്ടതും സദസ്യഭാഗ്യം 25-4 വാക്യം, വെള്ളിയിൽ നിന്ന് കീഴ് നീക്കി കളഞ്ഞാൽ തട്ടാൻ ഉരുപ്പിടി കിട്ടും. എന്റെ നിങ്ങളുടെ ചില കീടങ്ങൾ മാറുവാൻ തക്കണം ചില തീച്ചോളൊക്കെ ആവശ്യം. കേട്ടോ ദീദാസി, അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും കറുത്ത പുറത്തു കൊണ്ടും നല്ല ഒരു മാനപാത്രമാക്കണമെങ്കിൽ, നല്ലൊരു പൊന്നാക്കണമെങ്കിൽ, നല്ല വെള്ളിയാക്കണമെങ്കിൽ ചില ചൂളകളൊക്കെ അല്ലെങ്കിൽ തീച്ചൂളകളൊക്കെ ആവശ്യമാണ്. കർത്താവ് ഞാൻ പണ്ട് പോയി കാണുന്നുണ്ട് എന്റെ കുഞ്ഞുനാളിലൊക്കെ. അല്ലെങ്കിൽ പണ്ട് ഇപ്പൊ കുറവാണ് ഈ സ്വർണം പണിയുന്ന ആൾക്കാര് റോഡ് സൈഡിൽ ഈ ചെറിയ കടയിൽ ഇപ്പൊ കുറവാണ്. വലിയ വലിയ കടയിലൊക്കെ ഉള്ളു ഇപ്പൊ ചെറിയ കട കുറവാണ്. അപ്പൊ ഞാൻ നോക്കാം അന്ന് അല്ലെങ്കിൽ ഈ ഒരു സ്വർണ്ണങ്ങളൊക്കെ അവർ ചട്ടിക്ക് അത് ഇട്ട് കഴിഞ്ഞാണല്ലോ, ആ സ്വർണ്ണങ്ങൾ അങ്ങോട്ട് ഇട്ടിട്ട് അതിന് മണ്ട ശരിക്കും തീയിടും. എന്നിട്ട് അറിയുമ്പോൾ വീണ്ടും ഒരു ഇരുമ്പ് പൈപ്പുണ്ട്, ആ പൈപ്പും കൂടെ അങ്ങോട്ട് കുത്തി അങ്ങോട്ട് കല്ലങ്ങോട്ട് ഇട്ട് കൊടുക്കും. അവർക്കറിയാം ഈ കുത്തുന്ന കുത്തകത്തിന് ഈ സ്വർണ്ണം തേഞ്ഞു പോകത്തില്ല. അവർക്കറിയാൻ പറ്റും നമ്മളെ കുത്തി കഴിഞ്ഞാൽ സ്വർണ്ണം എല്ലാം പൊടിഞ്ഞു പോകും. അവർ ആ കുത്തുന്ന കുത്തകത്തിനറിയാം തീയാണ് അവർക്ക് ഈ സ്വർണ്ണം ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ കുത്തി കഴിഞ്ഞാണല്ലോ ആ സ്വർണ്ണം എല്ലാം പൊടിഞ്ഞ് നാശമായി പോകും. എവർക്കറിയാം അതിനൊരു കേട് പറ്റാത്ത രീതിയിൽ ആയിരിക്കും കുത്ത്. എന്നാൽ ഇത് തീച്ചോളയ്ക്കകത്താ. ആ തീച്ചോളയ്ക്കകത്ത് ഇടാൻ വേണ്ടിയാ ഇത് കൊണ്ട് കുത്തി ഇളക്കിയിട്ട് കൊടുക്കുന്നത്. വീണ്ടും തീ കുറവാണെങ്കിൽ ഇവരെ കുറെ ഇട്ട് കൊടുക്കും. എത്ര തീ വർദ്ധിച്ചെന്ന് പറഞ്ഞാലും ശത്രു നിന്റെ വാറ്റിന് തടസ്സമായി എത്ര തീയിട്ടെന്ന് പറഞ്ഞാലും ദൈവം നിന്നെ നല്ല പൊന്നാക്കി എടുക്കുവാൻ കർത്താവ് കണ്ടതാണോ? ഇന്ന് പോൽക്കാലം പങ്കിട്ട് ദൈവത്തിന് കുഞ്ഞുങ്ങളെ, നീ നല്ല പൊന്നായി വരുവാൻ ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ അത് ആരെല്ലാം നിന്നെ നശിപ്പിക്കുവാൻ നോക്കിയാലും അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന കർത്താവാണ്. എന്നാൽ ദൈവം നിന്നെ തീച്ചോളെ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദൈവമാണ് തീയിടുന്നതും ദൈവമാണ് അവിടെ നടത്തുന്നതല്ല. അവിടെ ശത്രുവിന് യാതൊരു റോളുമില്ല. കർത്താവ് തട്ടാൻ ഒരു സ്വർണ്ണം പണിയുമ്പോൾ അവിടെ തട്ടാന്റെ ഭാര്യയ്ക്ക് തട്ടാന്റെ മക്കൾക്കോ അല്ലെങ്കിൽ അവിടെ കടന്ന് കസ്റ്റമർക്കോ ഒന്നുമില്ല, റോളൊന്നുമില്ല. ആ തട്ടാൻ അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവാണെങ്കിൽ, ഈ കുശവനാണെങ്കിൽ, നല്ല തട്ടാനാണെങ്കിൽ കർത്താവ് ഇതിന് ഉത്തരവാദി കർത്താവാണ്. 119 സംഘത്തിൽ വായിക്കുന്ന പോലെ അടിയ നന്മയ്ക്ക് ഉത്തരവാദിയായിരിക്കണം. അങ്ങനെയെങ്കിൽ ഇനി ശത്രു ഏതെങ്കിലും വിഷയത്തിൽ നിന്നെ തീർച്ചോളിട്ടെന്ന് പറഞ്ഞാലും അവിടെ നീ ആത്മാർ നമുക്കറിയാം നമുക്കറിയാൻ കഴിയും. യഹൂദ ബാലന്മാരെ 3 പേരെയും ദൈവം അത്ഭുതമായി വിടുവിക്കാൻ തുടങ്ങും. 4-മനായി ഇറങ്ങി വന്നെങ്കിൽ നിന്നെ ശത്രു ഇട്ടെന്ന് പറഞ്ഞാൽ കർത്താവ് ഇറങ്ങി വരും. ദൈവം നിന്നെ തീച്ചോളയിലൂടെ കൊണ്ടുപോയി പണിതെടുത്ത് കൊണ്ടുപോകാനാണെങ്കിൽ അവിടെയും കർത്താവിന്റെ കരം കൂടിയിരിക്കും. കർത്താവിന്റെ സ്വർണ്ണം നിന്നെ കേടുകൂടാതെ ഒന്ന് പണിതെടുത്ത് നല്ല രൂപമാക്കി എടുക്കുവാൻ തുടങ്ങണം. സ്വർണ്ണം കർത്താവ് ആഗ്രഹിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവ് എന്റെ ജീവിതത്തിൽ കണ്ണിന് ശോധന വരുന്നത് എന്തുകൊണ്ടാണ് നീ ചോദിക്കാതെ കർത്താവ് നീ പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ ദൈവം ഉത്തരവാദിയാകട്ടോ. അത് ശത്രു കൊണ്ടുവരുന്ന തീച്ചോളയായാലും ദൈവമായിട്ട് നിനക്ക് ഒരുക്കുന്ന തീച്ചോളയായാലും ഇത് ഉത്തരവാദി കർത്താവ്, പൂർണ്ണ ഉത്തരവാദിത്തം കർത്താവിന്. പ്രാർത്ഥിക്കുന്ന മാതാപിതാവ്, കർഷകരുടെ തീർച്ചയോടെ കടന്നു പോകുന്ന സഹോദരങ്ങളെ, ഇന്ന് പോലെ പറയാനുള്ളത് ദൈവത്തിന്റെ സമാധാനത്തിൽ നിർത്തുന്ന വിശ്വസ്തനായ കർത്താവാണ്. സങ്കീർണം 66-10 വാക്യം വായിക്കുമ്പോൾ, സങ്കീർണം 66-10 വാക്യം, സങ്കീർണം 66-10 വാക്യം. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതോടെ ചേർന്ന വചനമാണ്. ദൈവമേ, നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിപ്പോൾ നമ്മളെ പരിശോധിക്കുന്ന കർത്താവിന് സ്വരം നമ്മളറിയാം. ഈ കേട്ടതുപോലെ തന്നെ കർത്താവ് അതോടെ ചേർന്ന ഒരു വചനമാണ് സങ്കീർത്തന പുസ്തകം 66-10 വാക്യം. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവിനെയും പരിശോധിക്കുന്ന കർത്താവ്. റോയ് എങ്ങനെ ആകണം, സ്തോത്രം, അല്ലെങ്കിൽ ശൈലവണ്ണികൾ എങ്ങനെ ആകണം, അല്ലെങ്കിൽ ഇപ്പോൾ വായിച്ച ജേക്കബ് എങ്ങനെയാകണം എന്നെല്ലാം കർത്താവ് നല്ലവണ്ണം അറിയാം. കർത്താവ് നമ്മെ പരിശോധിക്കുന്ന കർത്താവാ. നമ്മുടെ കർത്താവ് പരിശോധിക്കുമ്പോൾ, നമ്മുടെ കർത്താവ് ഊതി കഴിക്കുമ്പോൾ കർത്താവ് അവിടെ ഒന്നും പിറുപിറുക്കാൻ പോകേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ഉത്തരവാദി കർത്താവാണ്.
ആലുലിയ സ്വരം നമ്മെ നല്ലവണ്ണം പുറത്തു കൊണ്ടുവരാൻ തൊക്കെ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ കർത്താവിന് സ്വർഗീയ ഈ അലിയ ആ കർത്താവിന്റെ പാദമെടുക്കൽ നാം വിശ്വസ്തയോടെ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ആലിയ നമ്മെ പണിയുവാൻ തൊക്കെ വിശ്വസ്തനായ കർത്താവാണ്. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതി കഴിക്കുമ്പോൾ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. വെള്ളി ഊതി കഴിക്കും പോലെ മുന്നേ നമ്മൾ കണ്ടു, വെള്ളി പോലെ അല്ലാതാനും ഇതാ ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നു, വെള്ളി പോലെ അല്ലാതാനും എന്ന് യെശയ്യാവിന്റെ പുസ്തകം അല്ലെങ്കിൽ 42-10 വാക്യം. എന്നാൽ ഇവിടെ കാണുന്നു സങ്കീർത്തനം 66-10 വാക്യം. ദൈവം, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതി കഴിക്കുമ്പോൾ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. അപ്പൊ പരിശോധിക്കുന്ന കർത്താവ്, ഊതി കഴിക്കുന്ന കർത്താവ്, ആത്മീയാസനം ആ കർത്താവിന്റെ പാദമെടുത്തേക്കും ഇന്ന് പകൽക്കാലം ആരെങ്കിലുമൊക്കെ കഷ്ടതയുടെ പാലൂടെ കടന്നു പോകുന്നെങ്കിൽ കർത്താവ് യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 8-ാം അധ്യായം 51 വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 51 വാക്യം. അവർ മിസ്രൈം എന്ന ഇരുമ്പുരയുടെ നടുവിൽ നിന്ന് നടുവിൽ നിന്ന് നീ കൊണ്ടുവന്ന നിന്റെ ജനവും നിന്റെ അവകാശമാകുന്നുവല്ലോ. അപ്പൊ എവിടെ നിന്ന് അറിയാമോ? ഈ മിസ്രൈം എന്ന ഇരുമ്പുരയുടെ നടുവിൽ നിന്ന്. അപ്പം അവിടെ തീച്ചുകൂടയിൽ കിടന്ന ഇസ്രായേൽ ജനമായിരുന്നു. തീച്ചുകൂടയിൽ കിടന്നവർ നിലവിളിച്ചപ്പോൾ അവർ നിലവിളി കേട്ടുകൊണ്ട് മോശ പറയണം, മോശെ നീ അവിടെ അടുത്ത് പോകും, അവരുടെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ കണ്ണുകൾ ഞാൻ കേട്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു, അവരുടെ സങ്കടം ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ് മോശെ അവിടെ അയക്കുകയാണ്. അവരവിടെ ഇരുമ്പുരയിൽ കിടന്നപ്പോൾ, തീച്ചുകൂടയിൽ കിടന്നപ്പോൾ. അങ്ങനെ ഇന്ന് പകൽക്കാലം ആരെങ്കിലുമൊക്കെ മിസ്രൈമിന്റെ തീച്ചുകൂടയും ആ ഇരുമ്പുരയിൽ കിടക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പറയാനുള്ളത് നിന്നെ നശിപ്പിക്കാനല്ല കേട്ടോ, നിന്നെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാ. നിന്നോട് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നോട് പറഞ്ഞ് വായിക്കാത്ത ദേശത്തിൽ തരാൻ പറഞ്ഞെങ്കിൽ യോശുവ പുസ്തകം എപ്പോഴും വായിക്കുന്ന വചനമാണ്. യോശുവ പുസ്തകം 20-ാം അധ്യായം 45 വാക്യം. യഹോവ ഇസ്രായേലിനെ അരുളിച്ചത് വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും വൃഥാവാകാതെ സകലം നിവൃത്തിയായി. യോശുവ പുസ്തകം 21-ാം അധ്യായം 45 വാക്യം. യഹോവ ഇസ്രായേലിനെ അരുളിച്ചത് വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും വൃഥാവാകാതെ സകലം നിവൃത്തിയായെങ്കിൽ പൂർണ്ണമായി വിശ്വസിക്കുക, സിന്ധു സൃഷ്ടി പൂർണ്ണമായി വിശ്വസിക്കുക. കർത്താവ് പറഞ്ഞ വായിക്കുന്നത് ഒന്നും വൃഥാവാകത്തില്ല. പക്ഷെ നാം വിശ്വസ്തരാണെങ്കിൽ, നാം പരമാർത്ഥ ഹൃദയമുള്ളവരാണെങ്കിൽ, വചനപ്രകാരം നിൽക്കുന്നവരാണെങ്കിൽ, കൽപ്പന പ്രകാരം നിൽക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ കൽപ്പനയുടെ വെള്ളം കുടിച്ചാലും നീ കൽപ്പന പോലെ നടന്നാൽ കർത്താവ് നിന്നെ ശത്രുവിനെ ഏൽപ്പിക്കില്ല കേട്ടോ. ശത്രുവിനെ പിന്തുടരുവാൻ തുടങ്ങണം പല അല്ലെങ്കിൽ പദ്ധതി ഉണ്ടാകും. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരെ പൂർത്തിയാകുമെന്ന് പുറപ്പാട് ദിവസം 15-ാം അധ്യായം 9-ാം വാക്യം വായിക്കുന്ന പോലെ ശത്രു പറഞ്ഞതേ ഉള്ളൂ. ശത്രു പറഞ്ഞു, ഞാൻ പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരെ പൂർത്തിയാകും, ഞാൻ നിഗ്രഹിക്കും എന്നല്ല ശത്രു പറഞ്ഞു. പക്ഷെ പറഞ്ഞതേ ഉള്ളൂ. ദൈവമാണ് തിരിച്ച് ചെയ്തത്. അങ്ങനെയെങ്കിൽ ശത്രുവിന്റെ വാക്കൊന്ന് കേട്ട് നീ ഒന്ന് കാര്യമാക്കാതെ ദൈവം പറഞ്ഞ വാക്ക് മാത്രം കാര്യമാക്കുക. കർത്താവ് പറഞ്ഞ വാക്ക് കാര്യമാക്കണം. ശത്രു പറഞ്ഞ ഒരു ആളുകൾ കാര്യമാക്കണ്ട. അങ്ങനെ മിനിയാൻ പാടിയ പോലെ സൃഷ്ടിച്ച കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ഏത് വയ്യായ്മകളിലും ഉത്തരവാദി കർത്താവ്. അടിയുടെ നന്മയ്ക്ക് ഉത്തരവാദി ആയിരിക്കണമേ. നമ്മുടെ കർത്താവ് നമ്മുടെ ഉത്തരവാദി കേട്ടോ. നമ്മുടെ ഉത്തരവാദി കർത്താവാ. കർത്താവിന് സ്തോത്രം. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടല്ലോ 48-ാം അധ്യായം 10-ാം വാക്യം. ഇതാ ഞാൻ നിന്നെ ഊതി കഴിച്ചിരിക്കുന്നു, വെള്ളി പോലെ അല്ലാതാനും ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്നു ശോധന കഴിച്ചത്. ഇന്ന് പകൽക്കാലം പ്രഭാതത്തിൽ ഞാൻ എന്റെ ഏത് വചനം ശുശ്രൂഷിക്കണം എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നലത്തോടെ ട്രൈ ചെയ്തത് തന്നെയും ഇന്ന് പകൽക്കാലം എനിക്ക് കൺഫർമാക്കിയ ഒരു വചനമാണ് ഈ യെശയ്യാവിന്റെ പുസ്തകം 48-ാം അധ്യായം. അങ്ങനെയൊക്കെ നീ കഷ്ടതയുടെ ചുവളയോടെ ഇന്ന് പകൽക്കാലം കടന്നു പോകുന്നെങ്കിൽ ഉപവാസ പ്രാർത്ഥനയുടെ ഈ 13-ാമത്തെ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആലോചന പറയാനുള്ളത്, നീ കഷ്ടതയുടെ തീച്ചുകളിൽ പോകുന്ന നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ ചിന്തിച്ചോണം, നീ പുറത്തു വരാൻ പോവുക. നീ അവിടെ കിടന്ന് ഉരുകി പോകാനുള്ളതല്ല, നിന്നെ നല്ലൊരു പൊന്നാക്കുവാൻ, അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ. എപ്പോഴും ഓർപ്പിക്കുന്ന പോലെ റോസാപ്പൂരോട് സാക്ഷി ചോദിച്ചാൽ ആ റോസാപ്പൂ പറയും പലർക്കും തല വയ്ക്കുവാനും ഒക്കെ കൊണ്ടുകിടക്കാനും മാലയെ കൊണ്ടുകിടക്കാനും പല കാര്യം ചെയ്യുവാനും പലർക്കും അറിയാം. പക്ഷേ റോസാപ്പിനോട് സാക്ഷി ചോദിച്ചാൽ റോസാപ്പൂ പറയും, ഞാൻ മുള്ളുകളുടെ ഇടയിലൂടെ പുറത്തു വന്നതാണ്. ഞാൻ പുറത്തു വരാതോണം, എന്നെ പുറത്ത് കൊണ്ടുവരാതോണം മുള്ളുകളെ ഞെരുക്കിക്കൊണ്ടിരുന്നു. എന്നാൽ എന്നെ ദൈവം എന്റെ നിലവിളി കേട്ട് എന്റെ ആ നിലവിളി ആ നെടുവീർപ്പ് കണ്ടുകൊണ്ട്
ദൈവത്തിന്റെ അതിന് പുറത്തുകൊണ്ട് പറയുവാനുള്ള കാര്യത്തിലും ആരെയൊക്കെ വൈകിലെ റോസയ്ക്കും ആലിയ കാര്യ എല്ലാം കർത്താവ് ഭക്ഷണം ഭംഗി ചെയ്യുന്ന കർത്താവ. ദൈവത്തിന് സ്തോത്രം. അല്ലിയ അങ്ങനെ നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവ. ദൈവത്തിന് സ്തോത്രം. നിന്റെ വാക്യത്തെങ്കിൽ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലിയ സ്തോത്രം നിന്നോട് കർത്താവ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം കേട്ടതുപോലെ ദൈവത്തിന് അവധിക്ക് വേണ്ടി കാത്തിരിക്കുക. ഒരു അവധിയുണ്ട്, ആ അവധി നീ പുറത്തു വരും. ആ സമയം വരെ ഉള്ളൂ. ആലിയ ഈ തട്ടൻ തീച്ചുകളിൽ ഈ സ്വർണ്ണമായിട്ട് വെള്ളിയാലിട്ടാലും അതിന് സമയമുണ്ട്. ആലിയ താൻ ഇട്ടിട്ടത് ഉണ്ണുവാനോ കുടിക്കുവാനോ പോകത്തില്ല, താൻ അതിന് കൂടിരിക്കും. എന്റെ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നേ ഇന്ന് പൽക്കാലം ആരെങ്കിലും കഷ്ട അനുഭവിക്കും ചിന്തിച്ചു വേണം. നിന്റെ കൂടെ കർത്താവ് കൂടെ നിന്നെ ഇട്ടിട്ട് പോകുന്ന കർത്താവല്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് പരിശുദ്ധാത്മാവ് പൽക്കാലം പറയുകയാണ്. നമ്മുടെ അടുക്കൽ വരുന്ന കർത്താവ് കേട്ടോ, അനാഥരെ വിടാത്ത കർത്താവ്. നമുക്ക് തോന്നാം കർത്താവ് എന്നെ ഒറ്റക്കിട്ട് കർത്താവ് ഒരിക്കലും ഇട്ടിട്ട് പോകുന്ന കർത്താവല്ല. ഒരിക്കലും കർത്താവ് ഇട്ടിട്ട് പോകത്തില്ല. പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ വചനപ്രകാരം ജീവിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും കർത്താവ് നമ്മെ തനിച്ചിട്ട് പോകുന്ന കർത്താവല്ല, നമ്മുടെ കൂടെ നടക്കുന്ന കർത്താവാണ്. നിന്റെ ഏത് ഏത് യാത്ര മേഖലകളിലും നിന്റെ കൂടെ നടത്താൻ കൊള്ളാവുന്ന ഒറ്റ വ്യക്തി കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. ഈ ദൈവത്തെ മുറുകെ പിടിച്ചാൽ മതി കേട്ടോ. ഈ ദൈവത്തെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ വയ്യാമ്മയും മാറ്റുവാൻ തുടങ്ങുന്ന കർത്താവ് വിശ്വസ്തനായ കർത്താവാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ യെശയ്യാ പുസ്തകം 42 തന്നെ അതിന്റെ 18 വാക്യം, അയ്യോ നീ എന്റെ കൽപ്പനകളെ കേട്ട് അനുസരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. യെശയ്യാ പുസ്തകം 42 അധ്യായം തന്നെ 18 വാക്യം, അയ്യോ നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെ ആകുമായിരുന്നു. അപ്പൊ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ, ഈ കഷ്ടതയുടെ തീച്ചോടെ കടന്നു പോകുമ്പോൾ ആലിയോസനം ഈ കർത്താവിന്റെ വാക്ക് പ്രകാരം, ഈ വചനപ്രകാരം കർത്താവിൽ നിന്ന് പുറപ്പെടുന്ന കർത്താവിന് വചനമായിരിക്കും. അത് വെറുതെ കർത്താവിന്റെ ഇടയിൽ മടങ്ങിച്ചില്ലാതെ അയച്ച കാര്യം സാധിപ്പിക്കുന്ന കർത്താവാ. കേട്ടോ സുമിമംഗലോട് ദൈവം ഒരു വാക്യത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കേട്ടോ ജിജി അമ്മയെ അത് കേട്ടോ മിനിയാന്റി സുഷയം കർത്താവ് ഒരു വാക്യത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയച്ച കാര്യം സാധിപ്പിക്കുന്ന കർത്താവാ. ആലിയ സൂര്യ ആർക്കെന്നറിയാമോ? ഈ വചനപ്രകാരം നിൽക്കുന്നവൻ, ഈ കൽപ്പന പ്രകാരം നിൽക്കുന്നവൻ, കൽപ്പന പ്രകാരം നിൽക്കുന്നവൻ ഒരിക്കലും അവൻ നിർമൂലമായി തീരുന്നവനെ ഇടയാക്കിയല്ല. കൽപ്പന പ്രകാരം നിന്ന് കഴിഞ്ഞാൽ നിന്നെ മാനിക്കുന്ന കർത്താവാണ്. ദൈവം ഒരു വാക്യത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാൻ വിശ്വസ്തനായ കർത്താവാണ്. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. അയ്യോ നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ച് കൊള്ളാമായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിൽ തിരുപോലെയും ആകുമായിരുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ സ്തോത്രം അറിയാം. യെശയ്യാ പുസ്തകം 66 അധ്യായം 12 വാക്യം വായിക്കാമോ? 66 അധ്യായം 12 വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോടുപോലെ ജാതികളുടെ മഹത്വവും നീട്ടിക്കൊടുക്കും. നിങ്ങളെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും. ഇന്ന് പൽക്കാലം കഷ്ടതയുടെ തീച്ചോളയോടെ കടന്നു ദൈവത്തെ കുഞ്ഞുങ്ങളെ നീ സമാധാനം ലഭിക്കാൻ പോകട്ടോ. കർത്താവിന്റെ അടുക്കൽ വരാൻ പോവുക. എന്റെ സമാധാനം ഞാൻ നിങ്ങൾ തന്നിട്ട് പോകുന്നു. ലോകം തരുന്ന പോലെയല്ല ഇതിന് സമാധാനം കേട്ടോ. റോയ് പാർശ്വ സമാധാനം പോലെയല്ല പറയുന്നത് കർത്താവ് കേട്ടോ. കർത്താവ് സോറിയ വേറെ ആൾ പറയുന്ന പോലെയല്ല കേട്ടോ. ഒരു പ്രവാചകമായി പറഞ്ഞ പോലെ ദൈവം പറഞ്ഞ സമാധാനം, ദൈവം സമാധാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യും. കർത്താവ് സോറിയ യഹോവ ഇപ്രകാരം വേണ്ടി ചെയ്യുന്നു, നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് നദി പോലെ സമാധാനം. അപ്പോൾ ഇപ്പൊ നീ കുടിക്കുന്ന കർഷക വെള്ളമായിരിക്കാം. ഇപ്പൊ നീ കുടിക്കുന്നത് കേട്ടോ മിനിയാന്റി, കേട്ടോ ആലിസന്റി, പാട്ട് പാടി പോലെ ഇപ്പൊ നീ കുടിക്കുന്നത് കഷ്ടതയോടെ വെള്ളം പോലെ നിനക്ക് തോന്നാം. പക്ഷെങ്കിൽ നദി പോലെ ഒഴുകി വരുന്ന സമാധാനം, നദി പോലെ സമാധാനം ഒഴുകി തരുവാം. ആ സമാധാനം വന്ന് വെള്ളം കുടിക്കും കേട്ടോ. കൈപ്പുള്ള വെള്ളം നീ ഇപ്പൊ കുടിച്ചേക്കാം. പക്ഷെ നീ കൽപ്പന പോലെ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ സമാധാനം കുടിക്കാൻ പോകട്ടോ. നീ സമാധാനം കുടിക്കാൻ പോവാ. നീ സമാധാനം കുടിക്കുക ചേർത്ത് 37 കുടുംബങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. നീ സമാധാനം കുടിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നെങ്കിൽ, കർത്താവേ എനിക്ക് സമാധാനം ഞാൻ കുടിച്ചിട്ടും കർത്താവേ എനിക്കിത് കയ്പായി തീർന്നല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്ന സഹോദരങ്ങളെ, ദൈവത്തെ കുഞ്ഞുങ്ങളെ, നീ സമാധാനം കുടിക്കാൻ പോവുകയാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോൽ. അത് നോക്കിയേ, അവനെന്നല്ല കാണുന്നത്, അവൾക്കെന്നാ കാണുന്നത് കേട്ടോ.
കേട്ടോ ആയിസനെ, അവൾക്ക് തന്നെ കാണണം, ഒന്നുമല്ല. ഈ അവൻ അവൾക്കെന്ന് പറയുന്നത് ഒരുപോലെ തന്നെ കേട്ടോ. കർത്താവ് സോറി എല്ലാവർക്കും. എങ്കിലും അവിടെ കാണുന്നു ഞാൻ അവൾക്ക്. അങ്ങനെയൊക്കെ ഇന്ന് പകൽക്കാലം പങ്കെടുക്കുന്ന അമ്മമാരെ ആത്മീയസ്വരം തലമുറകളെ ഓർത്തും മറ്റു വിഷയങ്ങളെ ഓർത്തും സഹോദരിമാരെ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി മേഖലയെ ഓർത്തും മറ്റു വിഷയങ്ങളെ ഓർത്തും അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് കുടിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓർത്ത് ഭാരപ്പെടണ്ട. നിങ്ങൾക്ക് കർത്താവ് സമാധാനം തരാൻ പോവുകയാണ്. കർത്താവ് സോറിയാം യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനം കവിഞ്ഞൊഴുകുന്ന തോട് പോലെ ജാതികളുടെ മഹത്വം നീട്ടി കൊടുക്കും. നിങ്ങളെ പാർശ്വതങ്ങൾ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിന്മേൽ എടുത്ത് ലാളിക്കുകയും ചെയ്യും. അലിയാസ്തറും അമ്മയെ ആശ്വസിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവ് സോറിയ ഈ അലിയസറിയ ഈ ലോകത്തിലുള്ള അമ്മമാർ ഒരു കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കുന്നെങ്കിൽ കർത്താവ് സോറിയ അവരെ അലി മുഴങ്കാലത്ത് അവരെ താരാട്ട് പാടി ഉറക്കുന്നത് അവരെ ആശ്വസിപ്പിക്കുന്നെങ്കിൽ നമ്മുടെ സ്വർഗീയ പിതാവുണ്ടല്ലോ അതുപോലൊന്നും അല്ല കേട്ടോ. ആ ഒരു ആശ്വാസം പോലെ ആയിരിക്കത്തില്ല. അലി സോറിയ ഇവിടെ അമ്മ ആശ്വാസം പോലെ കാണുന്നെങ്കിൽ തന്നെയും കർത്താവ് സോറിയ ഈ ലോകത്തുള്ള അമ്മമാർ അലി സോറിയ എല്ലാവരും ഒന്നും അലിയ സോറിയ വളരെ പൂർണ്ണതല്ല. കാരണം അവര് അലിയ സോറിയ ഇന്ന് പല തലമുറകളെയും പാറമേലടിച്ച് കൊല്ലുന്നവരും പല കുഞ്ഞുങ്ങളെയും അലിയ സോറിയ പ്രസവത്തോടു കൂടി മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും അങ്ങനെയുള്ള പല അമ്മമാരുണ്ട്. എന്നാൽ ചുരുക്കം ചില അമ്മമാർ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 95% അമ്മമാരേ ഉള്ളൂ ആത്മാർത്ഥമായി കുഞ്ഞുങ്ങളെ ആ രീതിയിൽ കൂടെ വളർത്തി സ്നേഹിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ദൈവ കുഞ്ഞുങ്ങളെ അതുപോലെ ആയിരിക്കത്തില്ല കേട്ടോ. അതിലപ്പുറമായി സ്നേഹിക്കുന്ന കർത്താവുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അതിലും അധികമായി സ്നേഹിക്കുന്ന പെറ്റമ്മയൊക്കെ വിട്ട് സ്നേഹിക്കുന്ന കർത്താവ്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ കർത്താവ്. ആ കർത്താവ് സമാധാനം തരാൻ പോകട്ടോ. നീ ഇപ്പോൾ കർഷകരുടെ ചൂളയിൽ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ദൈവാത്മോർപ്പിക്കുള്ളത് നിനക്ക് ദിവസം സമാധാനം കർത്താവ് തരാൻ പോവുക. കർത്താവിന് സ്തോത്രം. അവിടെ കാണുന്നു കർത്താവ് സോറിയ പാർസിംഗ് എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മ ആശ്വസിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥികൾ ഉല്ലസിച്ച് അലീസറിയ ഇളമ്പല് പോലെ തഴയ്ക്കും. അലീസറി നമ്മുടെ ഹൃദയം കണ്ട് ശോഭിപ്പാൻ ഒരു ഭാഗം നമ്മൾ എപ്പോഴും ചിന്തിക്കുക. ഒരു ഭാഗ്യമാണ് ഹൃദയം പിടച്ച് പൂസിക്കുന്നത്. അതായത് ഇപ്പോൾ നീ പിടച്ച് വേദനിക്കുന്ന വിഷയമായിരിക്കാം, പക്ഷേ പരിശുദ്ധാത്മ ഓർപ്പിക്കാനുള്ളത് ഇപ്പോൾ നീ കണ്ട് ശോഭിക്കാവണം. പിടച്ച് വേദനിക്കുന്നെങ്കിൽ നീ കണ്ട് ശോഭിക്കാൻ പോകട്ടോ. അത് നീ നിന്റെ ഹൃദയം സന്തോഷം പിടച്ച് വികസിക്കാൻ പോവാം. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ കർത്താവാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം വായിക്കുന്നു. ഞാൻ വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. അവിടെ കാണുന്നു അത് 20-ാം അധ്യായം 19-ാം വാക്യം അവസാന ഭാഗം. വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രമാരെ പേടിച്ച് തന്റെ ശിഷ്യന്മാർ വാതിലടച്ചിരിക്കുമ്പോൾ കർത്താവ് അവിടെ കാണുന്നു. അവിടെ വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പലകാലം കഷ്ടതയോടെ തീർച്ചയോടെ ദൈവ കുഞ്ഞുങ്ങളെ കർത്താവ് അറിയാം പറയാണ് വാതിൽ അടച്ചിരിക്കെ നടുവിൽ നിന്നുകൊണ്ട്. അങ്ങനെയെങ്കിൽ നിന്റെ നടുവിൽ കർത്താവ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നിന്റെ നടുവിൽ കർത്താവ് ഇറങ്ങിയിട്ടുണ്ടേ. കർത്താവ് നിനക്ക് വേണ്ടി ദൂതനെ ഇറക്കാൻ പോവാം. നിനക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി, നിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി, നിന്റെ സ്വൈര്യത്തിന് വേണ്ടി, നിന്റെ നന്മയ്ക്ക് വേണ്ടി, ചില പ്രാർത്ഥനയ്ക്ക് വേണ്ടി കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ആരാണ്, എനിക്ക് വേണ്ടി എന്നെ സഹായിക്കുന്ന ആരാണ് എന്നോർത്ത് ഭാരപ്പെടുന്ന സഹോദരങ്ങളെ, ദൈവകുഞ്ഞുങ്ങളെ, ദൈവാത്മോർപ്പിക്കാനുള്ളത് കർത്താവിന്റെ നടുവിൽ ഇറങ്ങാൻ പോകും കേട്ടോ. കർത്താവ് നമ്മുടെ നടുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ ആരും ഒരു ഹെൽപ്പിന്റെ ആവശ്യമില്ല. കർത്താവിന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത് മാത്രം മതി. അവിടെ നോക്കിയേ വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമൊന്നും അവരോട് പറഞ്ഞു. കർത്താവിന്റെ സ്വർണം. അതുപോലെ തന്നെ 20-ാം അധ്യായം 20-ാം വാക്യം യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 20-ാം വാക്യം പിന്നെ അവിടെ കാണുന്നു യേശു പിന്നെയും അവരോട് സമാധാനം എന്ന് പറഞ്ഞു. അതിനുശേഷം അറിയാം ഈ തോമസിനെ കുറിച്ച് നമുക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ ശിഷ്യന്മാരും എല്ലാം സ്തോത്രം കർത്താവിനെ കണ്ടെന്നും സമാധാനമൊക്കെ കേട്ടെന്നും എല്ലാം പറഞ്ഞപ്പോൾ തോമസ് ചെറിയൊരു അവിശ്വാസം. കർത്താവിന് സ്വർണം. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്. കർത്താവും കേരളത്തിൽ അയച്ചത് എന്തായാലും, ഇന്ത്യയിലോട്ട് അയച്ചത് എന്തായാലും തോമസിനാണ് ദൈവം അയച്ചത്. കർത്താവ് സ്വർണം. അതുകൊണ്ട് അതിന്റെ ഒരു പകർച്ചകളൊക്കെ പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും ഇന്ത്യക്കാരൊക്കെ പ്രത്യേകിച്ച് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്താ അറിയാമോ? എന്തെല്ലാം കർത്താവ് പറഞ്ഞാലും, എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും, ഏതെല്ലാം ഉപകാരം ചെയ്തെന്ന് പറഞ്ഞാലും, ഏതെങ്കിലും വേദനകളോ ഭാരങ്ങളോ കടന്നു വരുമ്പോൾ നമുക്കൊരു അവിശ്വാസം അറിയാതെ വരും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് അവിശ്വാസിയാകാൻ വിശ്വസിക്കുക മാത്രം ചെയ്യാം. ആ ഭാഗം വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം.
20:26. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും വായിച്ചു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കും പറഞ്ഞു. കാരണം ബാക്കി ആർക്കും ഞാൻ ഡൗട്ട് ഇല്ലായിരുന്നു, തോമസ് മാത്രമാണ് അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാഞ്ഞോട്ടെ. പക്ഷെങ്കിൽ ഇത് ഞാൻ അങ്ങോട്ട് അല്ലെങ്കിൽ ആണിപ്പുള്ള അല്ലെങ്കിൽ ആ ഭാഗത്തോട്ട് ഞാൻ എൻ്റെ വിരലിടാതെ ഞാൻ വിശ്വസിക്കത്തില്ല എന്നങ്ങോട്ട് പറഞ്ഞ ശബ്ദം ചെയ്തപ്പോൾ ഈ പറച്ചിൽ കർത്താവ് കേട്ടു. കർത്താവ് നോക്കി 8 ദിവസം കഴിഞ്ഞ ശിഷ്യന്മാർ പിന്നെയും കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കുക യേശു വന്ന് നടുവിൽ നിന്നു. അവിടെ നോക്ക്, നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, നീ വിശ്വസിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടായിട്ടും പലപ്പോഴും വേദനകളും ഭാരങ്ങളും തീച്ചോടെ കടന്നു വന്നിട്ടും ഏതെങ്കിലും വിഷയം നീ അവിശ്വസിക്കുന്നെങ്കിലും ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകും കേട്ടോ. കർത്താവ് തോമസ് നല്ല വ്യക്തി തന്നെ. പക്ഷെ ചില കാര്യങ്ങൾ, ചില സംശയങ്ങൾ, ഡൗട്ടുകളൊക്കെ മറ്റുള്ളവർക്ക് ഒരു പ്രത്യേക ഒരു കാര്യത്തിൽ നിൽക്കുന്ന വ്യക്തി മാത്രമേ ഉള്ളൂ. പക്ഷെ നോക്കിയേ, അവിടെയും തോമസിനെ കൈവിടുന്നില്ല കേട്ടോ. അവിടെയും തോമസിനെ കൈവിടുന്നില്ല. അവൻ അവിശ്വാസിയാണ്. അവൻ കാണണ്ട, അവൻ കേൾക്കണ്ട, ഇവന് സമാധാനമൊക്കെ കേൾക്കണ്ട എന്ന് കർത്താവ് പറഞ്ഞു തള്ളിക്കളയല്ല കേട്ടോ. തോമസിന് തള്ളിക്കളയല്ല. തോമസിന്റെ അടുക്കലും കർത്താവ് ചെന്നു. തോമസ് വിശ്വസിക്കുക. കാരണം അറിയുമ്പോൾ തോമസിന്റെ അടുക്കൽ ദൈവം ചെന്നില്ലെങ്കിൽ, കർത്താവ് യേശു ക്രിസ്തു ഇറങ്ങിയില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ, ആ ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ തോമസിന്റെ അവിശ്വാസം എന്നേക്കും നിലനിൽക്കുമായിരുന്നു. നമ്മുടെ കർത്താവ് ആരും കൈവിടാത്ത കർത്താവ് കേട്ടോ. ആരും കർത്താവ് കൈവിടാം. പക്ഷെ അവിടെ ശാസ്ത്രം മാത്രമാണ് കൊടുക്കുന്നത്. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. വലിയ തോമസ് അവനോട് അവിടെ കാണുന്നു, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവന്മാർ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയേ, അവിടെ അങ്ങനെ ഒരു കാര്യം കണ്ടെങ്കിലും പറഞ്ഞെങ്കിലുണ്ടല്ലോ, നീ എന്നെ കണ്ടതുകൊണ്ടും എന്റെ വാക്ക് കേട്ടതുകൊണ്ടും നീ വിശ്വസിച്ചു. പക്ഷെ കാണാതെ വിശ്വസിച്ച ഭാഗ്യവന്മാർ. ഇന്ന് പോലെ കാലം തീച്ചോടെ കടന്ന ദൈവത്തിന് കുഞ്ഞുങ്ങളെ, ദൈവം നമുക്ക് വേണ്ടി ചെങ്കല്ല് കടക്കുമാറാക്കിയെങ്കിൽ മാറാൻ വെള്ളം മധുരമാക്കും നീ വിശ്വസിക്കണം കേട്ടോ. നിന്നെ ചെങ്കല്ല് കടക്കുമാറാക്കിയെങ്കിൽ, അനേക പ്രാർത്ഥന മറുപടി അയച്ചെങ്കിൽ, ഞാൻ ഇപ്പോൾ ഭാരപ്പെടുന്ന വിഷയത്തിനും എനിക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന വിശ്വസ്തനായ കർത്താവാണ്. കാണാതെ വിശ്വസിച്ച ഭാഗ്യവന്മാർ. ഇന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. സഹോദരി ദേവദാസന്മാരെ, മാതാപിതാക്കന്മാരെ, നീ പൂർണ്ണമായി വിശ്വസിക്കുക. നീ അവിശ്വസിക്കാതെ വിശ്വസിക്കുക. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ വിശ്വസ്തനായ കർത്താവാണ്. നിന്റെ അനേകം നിലവിളിക്ക് എന്റെ കർത്താവ് ഇറങ്ങി പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് പോൽക്കാലം ഭാരപ്പെടുന്ന സഹോദരന്മാരെ നിനക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കാൻ പോകട്ടോ. നീ കഷ്ടതയോടെ ചൂളയില അല്ലെങ്കിൽ നിന്റെ കർത്താവ് ശോധന കഴിച്ചെങ്കിലും നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്നെ മാനിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പോൽക്കാലം ഉപവാസ പ്രാർത്ഥനയോടെ ഈ 13ാമത്തെ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആലോചന പറയാനുള്ളത്, നീ തകരത്തില്ല കേട്ടോ. നീ തകർത്തില്ല. ദൈവത്തിന്റെ സമാധാനം പ്രാപിക്കാൻ പോവുകയാണ്. ദൈവത്തിന് അനുഗ്രഹം കാണാൻ പോവുകയാണ്. ദൈവനന്മ പ്രാപിക്കാൻ പോവുകയാണ്. നീ തകർന്ന് കളയണ്ട കേട്ടോ. നിന്നെ തകർക്കുവാനും മുടിക്കുവാനല്ല ഈ വേദന കേട്ടോ. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ ഈ ശോധന കേട്ടോ. ഞാൻ പലപ്പോഴും പറഞ്ഞ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ പല വർഷങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ വേദനയോടുകൂടി കഷ്ടതയുടെ ചൂളയോടെ കടന്നു പോകുമ്പോൾ ഒരു ദേവദാസൻ എനിക്കൊരു പരിചയം ദേവദാസൻ ആ മീറ്റിംഗ് സുസ്തദാസൻ സാധാരണ അവിടെ ഗസ്റ്റ് പാസ്റ്റർമാർ വന്ന് പറഞ്ഞിട്ടാണ് അവിടെ അവിടെ സഭാഭാഷമായി പറഞ്ഞ് മാത്രമേ ഗസ്റ്റ് ഭാഷന്മാരെ അവിടെ ശുശ്രൂഷിക്കാറുള്ളൂ. എന്നാൽ ആ ദേവദാസൻ വളരെ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഇരുന്ന ആ തിരക്കിനിടയ്ക്കൂടെ എന്റെ തല കവിച്ചുകൊണ്ട് പാടിക്ക് പറയാണ്, നിന്നെ മുടിക്കുവാനോ നിന്നെ തകർക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് പൊന്നാക്കുവാൻ അല്ലേ ഈ ശോധനയെന്ന് അദ്ദേഹത്തിന് അവിടെ സമയം കൊടുക്കുമ്പോൾ മാത്രമേ എഴുന്നേൽക്കാവൂ. പക്ഷെ നോക്കിയേ, എനിക്ക് വേണ്ടി ആ ദേവദാസനെ ഞങ്ങൾ ക്യൂവിനകത്തോടെ ഞങ്ങൾ നിലയ്ക്കകത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കർത്താവിന് ആ സഭാ ശുശ്രൂഷൻ പറയാതെ തന്നെ കർത്താവിന് സ്തോത്രം. ഈ വന്ന ഗസ്റ്റ് ദേവദാസ് എവിടെ അറിയുമോ?
പലപ്പോഴും നമ്മുടെ മീറ്റിംഗ് ശുശ്രൂഷിക്കുന്ന റെജി തലവെടുത്തുള്ള ദൈവദാസ ശുശ്രൂഷിക്കാണ് നമ്മുടെ മീറ്റിംഗിൽ. എൻ്റെ അറിയാം ആ സഭയുള്ള കാര്യമാണ് കേട്ടോ, ഇതുള്ള കാര്യമാണ് കേട്ടോ. എനിക്ക് വേണ്ടി ആ പാട്ട് പാടിച്ചുകൊണ്ട് ആ ദൈവദാസൻ നിന്ന് ശുശ്രൂഷിക്കുകയായി. അന്നത്തെ വചന ശുശ്രൂഷ മൊത്തം എനിക്കായിരുന്നു കേട്ടോ. എന്നെ പണിതെടുക്കുമായിരുന്നു. എന്നെ കർത്താവ് ആ ദൂത് കേട്ട പോലെ, ആ പാട്ടിനോട് ദൂത് കേട്ട പോലെ എന്നെ പണിത് കർത്താവ് പുറത്ത് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഞാൻ മിനിയാൻ്റെ പാടിപ്പോൾ പറഞ്ഞത്, ദൈവത്തെ ആ ദൂതുകൾ എല്ലാവരും ഏറ്റെടുത്തോളാൻ. ചില പാട്ടുകളുടെ പ്രവചനമുണ്ട് കേട്ടോ. അതിൽ പ്രത്യേകിച്ച് വചനം പറയേണ്ട കാര്യമില്ല. ചില പാട്ടുകളുടെ പ്രവചനമുണ്ട്. എന്നെ ഒറ്റ പാട്ടാണ് എന്നെ സൗദി അറേബ്യയിൽ ഞാൻ കഷ്ടതയോടെ കടും ചൂളയിൽ കടന്നപ്പോൾ എന്നെ പുറത്തു കൊണ്ടുവന്നത്. ആ പാട്ടിന്റെ ഒരു വരികളാണ്, അതോടുള്ള വചന ശുശ്രൂഷയാണ്. അങ്ങനെ ദൈവത്തെ കുഞ്ഞുങ്ങളെ, ഇന്ന് പകൽക്കാലം ആരെങ്കിലുമൊക്കെ വേദനയോടെ കടന്നു പോകുന്നെങ്കിൽ, പാടത്തോടെ കടന്നു പോകുന്നെങ്കിൽ, നിന്നെ തകർക്കുവാനോ മുടിക്കുവാനോ അല്ല ഈ വേദന കേട്ടോ. കുശവൻ നിന്നെ പണിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുശവന്റെ കയ്യിൽ ഉടയത്തെ കീഴിലുള്ള അവസ്ഥ ജീവിതം വന്നിട്ടുണ്ടെങ്കിൽ, നിന്നെ വീണ്ടും വക്കൊടിഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും നല്ലൊരു പാത്രമാക്കുവാൻ വിശ്വസ്തനായ കർത്താവാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പങ്കെടുക്കുന്ന ദൈവത്തെ കുഞ്ഞുങ്ങളെ, നീ കർഷകരുടെ ചൂളെ കൂടെ കടന്നുപോണ്ടെങ്കിൽ നീ ഇന്ന് 18 വായിച്ചു, അയ്യോ നിന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ച് കൊള്ളാമായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും എന്റെ നീതി സമുദ്രത്തിന് പോലെ. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നതാണ് കേട്ടോ, കർത്താവിന്റെ കൽപ്പന അനുസരിക്കുക. അതുകൊണ്ട് കർത്താവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് കർത്താവിനോട് പ്രയോജനപ്പെടുന്ന മാനപാത്രമായി തീരുമാനങ്ങളും ആഗ്രഹിക്കുക. നിന്നെ ഹീനപാത്രമായത് മേഖലയിൽ നിന്നും മാനപാത്രമാക്കുവാൻ വിശ്വസ്തനായ കർത്താവാണ്. ഇന്ന് പോൽക്കാലം പങ്കെടുത്തതായ എല്ലാവരും സർവശക്തനായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, എല്ലാതുമായ നന്മകളെ നിറയ്ക്കട്ടെ. ദൈവം പറഞ്ഞ വാക്യതകൾ നിറവേറ്റട്ടെ. യഹോവ ഇസ്രായേലിനോട് അരുളിച്ചത് വാക്യാനങ്ങൾ ഒന്നുപോലും വൃഥാവാകാതെ സകലം നിവൃത്തിയായി ദൈവത്തിന്റെ സ്വന്തം അനവധി കഷ്ടങ്ങൾ അതിനകത്ത് ഞങ്ങൾ കാണുമാറാകനെ. ഞങ്ങൾ വീണ്ടും ജീവിക്കും. വചനം വായിക്കുന്ന പോലെ നീ അനവധി കഷ്ടങ്ങൾ അതിനകത്ത് കണ്ട് കൊണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ വീണ്ടും ജീവിപ്പിക്കുവാൻ വിശ്വസ്തനായ കർത്താവാണ്. ആ കർത്താവിന്റെ പാദമെടുക്കും നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ലൊരു ഞങ്ങളുടെ വിശ്വസ്ത പിതാവേ, നല്ല അതിമനോഹരമായ നല്ല കർത്താവ് സമയത്തിനായി സ്വന്തം ഇന്ന് പാലിക്കാൻ കടന്ന എല്ലാ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ പാലിക്കാൻ കേൾപ്പെട്ട കർത്താവിന്റെ ആലോചനകൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരാൻ സഹായിക്കണമേ. പങ്കെടുത്ത് എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരുടെ ഭാരത്തോടെ പ്രയാസത്തോടെ കർഷകരുടെ ചൂളയോടെ കടന്നു പോകുന്നുവോ കർത്താവെ, ഇന്ന് മകൾക്കായി ഞങ്ങൾ കേൾപ്പിച്ച പോലെ കർഷകരുടെ കടന്നുപോയാലും കർത്താവ് ഞങ്ങളെ കർത്താവെ മാനിക്കുവാൻ ഞങ്ങളുടെ വാക്യതമാണല്ലോ കർത്താവെ. ഞങ്ങളുടെ ചില കീടങ്ങൾ മാറുവാൻ കർത്താവെ ഹാലിയ ഞങ്ങളെ കർത്താവെ ആ തീച്ചോടെ ഇട്ടിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾ നല്ല മാനപാത്രമായി തീരുവാൻ, നല്ലൊരു പിടിയാൻ തീരുമാനങ്ങളും ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്വരം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ ഇന്ന് പോൽക്കാലം പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തു നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ച് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ.